ഹലോ നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ മീരയും ശ്രുതിയും ഫോണിൽ സംസാരിക്കുന്ന സീനാട്ടോ ആദ്യം കാണിക്കുന്നത്. എന്നിട്ട് മീര ശ്രുതിയോട് പറയുന്നുണ്ട്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമതി നീയാണ്, ഏറ്റവും മണ്ടന്മാരെ നിൻ്റെ വീട്ടിലെ ആൾക്കാരെന്ന് പറയാണ്. അന്നേരം ശ്രുതി പറയാണ് അത് പറഞ്ഞത് ശരിയാണെന്ന് പറയാണ്. എന്നിട്ട് പറയാണ് ഞാൻ പോയിട്ട് പായസം ഉണ്ടാക്കട്ടെ എന്ന് പറയണം. അന്നേരം മീര പറയാണ് നീ എന്തെങ്കിലും പോയി ഉണ്ടാക്ക്, ഞാൻ ഫോൺ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ. അങ്ങനെ കിച്ചണിൽ നിന്ന് ശ്രുതി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് ശ്രുതി ഓടിക്കൊണ്ട് വരുന്നത്. ശ്രുതി എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കിച്ചണിൽ നിന്ന് ശ്രുതി പുറത്തേക്ക് വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞേ, നല്ല സന്തോഷത്തിലാണോ ശ്രുതി എന്ന് പറയാണ്. അന്നേരം ശ്രുതി പറയാണ് നല്ല സന്തോഷത്തിലായതുകൊണ്ട് ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പായസം ഞാനിപ്പോൾ ശ്രുതിക്ക് തരാമെന്ന് പറയാണ്. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, ഞാൻ കല്യാണ മണ്ഡപത്തിൽ കാണുമ്പോൾ ശ്രുതിക്ക് ഇത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അന്നേരം കല്യാണ മണ്ഡപത്തിൽ നിന്ന് ശ്രുതിനെ കാണുമ്പോൾ എന്തോ ഭയം ഇല്ലതുപോലെ ടെൻഷൻ ഇല്ലതുപോലെ തോന്നിയിരുന്നു പറയാണ്. അന്നേരം ശ്രുതി പറയുന്നതാണ്, എനിക്കോ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ശ്രുതിക്ക് വെറുതെ തോന്നിയതാണ് എന്നൊക്കെ പറയാണ്. ശ്രുതി ഇവിടെ നിൽക്കുക, ഞാൻ പായസം എടുത്തിട്ട് വരാമെന്ന് പറയാണ്. അന്നേരം പോകുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഞാനിപ്പോൾ പായസം കുടിച്ചേ ഉള്ളൂ നോക്കിയാണ്. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, അത് അവിടുന്ന് ഉണ്ടാക്കിയതല്ലേ, ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കുന്ന പായസം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പായസം എടുക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് ശ്രുതി പിന്നെയും ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര സന്തോഷം, അച്ഛമ്മയുടെ സ്വത്തുക്കളെല്ലാം നമുക്ക് കിട്ടുമല്ലേ, അതായിരിക്കും അല്ലേ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ എടുത്തു പൊക്കി കറക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതൊന്നുമല്ല, ഇത് വേറെയാണ്, ദൈവങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നതിനുള്ള സന്തോഷം എന്ന് പറയാണ്. അപ്പോൾ തന്നെ ശ്രുതിയുടെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. വന്ന ഉടനെ ശ്രുതിയുടെ അച്ഛൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇന്ന് ഷോറൂമിൽ പോയില്ലേ എന്ന് പറയാണ്. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ശ്രുതി വിളിച്ചിട്ട് വേഗം വന്നതാന്ന് പറയണം. അന്നേരം ശ്രുതി അങ്കിളിനോട് പറയുന്നുണ്ട്, അങ്കിൾ നേരത്തെ വന്നത് നന്നായി, ഇവിടെ ഞാൻ പായസം വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് ഇപ്പോൾ പായസം ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്രുതി പറയാണ്, അത് രഹസ്യമേ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഞാനിപ്പോൾ പായസം കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. അന്നേരം അങ്കിള് പറയുന്നുണ്ട്, ഇപ്പോൾ അല്ലേ ഞങ്ങൾ പായസം കുടിച്ചേ എന്ന് പറയണം. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, അത് അവിടുന്നല്ലേ അച്ഛാ, ഇവിടുന്ന് ശ്രുതി ഉണ്ടാക്കിയ പായസം കുടിക്കാൻ നമുക്കെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അങ്കിള് പറയുന്നുണ്ട്, ഏതായാലും കല്യാണം ഗംഭീരായി, സന്തോഷമായി, ഈ കല്യാണം നടക്കാൻ കാരണം രേവതിയും സച്ചിയാന്ന് പറയാണ്. അന്നേരം ചന്ദ്രമതി പറയുന്നത്, ഇത് പാവപ്പെട്ട കുടുംബത്തിലെ ചെക്കനല്ലേ, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കാശുകാരെ ചെക്കൻ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയാണ്. അന്നേരം അങ്കിള് പറയാണ്, കാശിലൊന്നല്ല കാര്യം ചന്ദ്രമതി, സ്വഭാവത്തിലാണ് കാര്യം എന്ന് പറയാണ്. അന്നേരം ചന്ദ്രമതി പറയുന്നത്, ഞാൻ കണ്ടെത്തിയ 2 മരുമക്കളും കാശിലെ വീട്ടിലെ പെൺകുട്ടികളാണ്, ഞാൻ കൂട്ടിയിട്ട് വന്ന ശ്രുതിയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും രേവതിക്കില്ല, ഈ കേസൊന്ന് തീർന്നോട്ടെ, കോടിക്കണക്കിന് സ്വത്തുക്കളാണ് ശ്രുതിയുടെ കയ്യിൽ വരുന്നതെന്ന് പറയാണ് ചന്ദ്രമതി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ രേവതിയും സച്ചിയും ബിനാനെ കൂട്ടിയിട്ട് വരുന്നത്. ആ സമയത്ത് തന്നെ ശ്രുതി പായസമായിട്ട് ഇവരെ മുന്നിലേക്ക് വരുന്നുണ്ട്. അന്നേരം അങ്കിള് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്ര വേഗം വന്നോ, നിങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലേക്കൊന്നും പോയില്ലേ, അവിടെ ചടങ്ങലുള്ളതല്ലേ, പോവായിരുന്നില്ലേ എന്ന് പറയണം. അന്നേരം സച്ചി പറഞ്ഞ് ഞങ്ങൾ പോയില്ല എന്ന് പറയാണ്. അതിനു മുമ്പ് നമ്മളെ വീട്ടിലൊരു ചടങ്ങ് നടത്താനുണ്ട് എന്ന് പറയണം. അന്നേരം അങ്കിള് പറയാണ്, നമ്മളെ വീട്ടിൽ എന്ത് ചടങ്ങാടാ. അന്നേരം സച്ചി പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ടച്ചാന്ന് പറയാണ്. ശ്രീകാന്തും വർഷയും ഇവിടെ വേണ്ടതായിരുന്നു. എന്നിട്ട് സച്ചി പറയാണ്, അച്ഛൻ പുലിജന്മത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ, മനുഷ്യൻ പുലിയായി മാറുന്ന കഥ. നമ്മളിങ്ങനെ വിചാരിക്കും അങ്ങനെയൊക്കെ മാറാൻ പറ്റുമോയെന്ന്, എന്നാൽ അങ്ങനെയല്ല അച്ഛാ, അങ്ങനെ മാറാൻ പറ്റുന്നവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കഥ പറയാണ്. അന്നേരം ശ്രുതി രേവതിയോട് പറയുന്നുണ്ട്, നിൻ്റെ കെട്ടിയോനെന്താ, എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറയാണ്. അന്നേരം രേവതി പറയാണ്, എൻ്റെ സച്ചിയേട്ടന് ഒന്നും പറ്റിയില്ല എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ സച്ചി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, പലയിടത്തിലെ അച്ഛൻ്റെ സ്വത്തുവകൾ കേസിൽ കിടക്കുകയല്ലേ, ഇതെപ്പോൾ ശരിയാവും, കേസ് എപ്പോൾ തീരും, കേസ് തീർന്നിട്ട് വേണം, എനിക്ക് കുറച്ച് പൈസ വേണം എന്നൊക്കെ പറയണം. അന്നേരം ശ്രുതി പറയണം, നിനക്ക് എന്തിനാ പൈസ, കേസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ വേണമെങ്കിൽ നിനക്ക് തരാം എന്നൊക്കെ പറയണം. അന്നേരം സച്ചി പറയാണ്, എനിക്ക് വീടിൻ്റെ മേലെ കെട്ടാനുണ്ട്, ഒന്ന് കുറച്ച് പൈസ തരണേ എന്നൊക്കെ പറയാണ്. അന്നേരം ചന്ദ്രമതി പറയുന്നത്, കാശ് പോലും കൊടുക്കരുത് ശ്രുതി, ഇവനെ ഒന്നും തിരിച്ചു തരത്തില്ല എന്നൊക്കെ പറയാണ്. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, കൊടുക്ക ആൻറ്റി, ഗതികെട്ട് ചോദിക്കുന്നതല്ലേ എന്നൊക്കെ പറയാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഒരു ഉപകാരം കൂടി ചെയ്യണം, ഇളച്ചനെ വിളിച്ചിട്ട് ഒന്ന് കേസ് എപ്പോൾ തീർപ്പ് വരുമെന്ന് ചോദിക്കുമോ എന്നൊക്കെ പറയാണ്. അന്നേരം ശ്രുതി പറയാണ്, അതിനെന്താ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കുക കേട്ടോ. വിളിക്കുമ്പോൾ, ഹലോ ഇളച്ച എവിടെയുണ്ട്, സുഖാണോ, ഇത് ശ്രുതിമോളാണ് എന്നൊക്കെ പറയാം കേട്ടോ.
അതിനനുസരിച്ച് സച്ചിൻ രേവതിയും ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് ഇളയച്ചൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്രുതി തന്നെ പറയുന്നുണ്ട്, ഓ മുംബൈയിലാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, കേസിൻ്റെ കാര്യം എന്തായി ഇളയച്ച, ഇപ്പോഴെങ്ങാനും തീരുമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്ന പോലെ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല കേസ് ഇപ്പോഴേ തീരില്ല സച്ചി എന്നൊക്കെ പറയുകയാണ്. അന്നേരം സച്ചി പറയുന്നുണ്ട്, ശരി അത് തീരുമ്പോൾ കാശ് തന്നാൽ മതി എന്നൊക്കെ ആട്ടോ പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടാളും തർക്കിക്കുന്ന സമയത്ത് അങ്കിള് പറയുന്നുണ്ട്, മതി മതി നിർത്ത് സച്ചി, എന്തിനാ വെറുതെ തർക്കിക്കുന്നേ, നീ എന്താ ചടങ്ങ് നടത്താൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് പറയാണ്. അന്നേരം സച്ചി പറയുന്നത്, ചടങ്ങ് നടത്താനുണ്ട്, അതിനു മുന്നേ ഒരു ഇളയച്ചനെ വിളിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കാട്ടോ, ഇളയച്ചാന്ന് വിളിക്കാന്ന്. അന്നേരം ഇവരെല്ലാം വിചാരിക്കുകയാണ്, ഇത് ചെയ്താ ഇളയച്ചൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സംശയത്തോടെ നോക്കുക കേട്ടോ. എന്നിട്ട് സച്ചി വിളിക്കുന്നുണ്ട്, ഇളയച്ച, ഓ ഇളയച്ച ഇങ്ങോട്ട് വാ, നമുക്ക് ചടങ്ങ് തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇളയച്ചൻ വന്നതും ശ്രുതി ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ ആദ്യം ശ്രുതി കാണുന്നുണ്ട്. ശ്രുതി കണ്ടാട് മുഖത്തൊരു സന്തോഷത്തോടെ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛനും ചന്ദ്രമതി കണ്ടിട്ട് പറയാണ്, വരൂ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഇളയച്ചനോട് പറയുന്നുണ്ട്, ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇളയച്ചനെ ഇരുത്തുന്നിട്ട് കേട്ടോ. അന്നേരം സച്ചി പറയുന്നുണ്ട്, യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം ഉണ്ടാവും, ഇരിക്കുമെന്ന് പറയാണ്. അങ്ങനെ എന്നിട്ട് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട കുന്തം പോലെ ഇരിക്കുന്നത്, നിൻ്റെ ഇളയച്ചൻ വന്നത് നീ കണ്ടില്ലേ? എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇളയച്ചനെ സർപ്രൈസായി കണ്ടതുകൊണ്ടാവാം എന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്രുതിയുടെ മുഖത്തും ബീരാൻകയുടെ മുഖത്തും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്നിട്ട് സച്ചിൻ അച്ഛൻ ഇളയച്ചനോട് ചോദിക്കുകയാണ്, സുഖം തന്നെയല്ലേ, വേറെ എന്ത് വിശേഷം എന്നൊക്കെ പറയാണ്. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, നീ എന്താ ഇളയച്ചൻ വരുന്ന കാര്യം പറയാത്തത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് അങ്കിള് ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോൾ അല്ലേ ശ്രുതി വിളിച്ചിട്ടാകുമ്പോൾ ഇളയച്ചൻ മുംബൈ ആണെന്ന് പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയെന്ന് ചോദിക്കണം. അന്നേരം സച്ചി പറയുന്നുണ്ട്, ആ അപ്പോൾ അച്ഛൻ ഓർമ്മയുണ്ടല്ലേ. എന്നിട്ട് ശ്രുതിയും പറയുന്നുണ്ട്, ആ അത് ശരിയാണല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്ര വേഗം മുംബൈയിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തിയെന്ന്. അങ്ങനെ എല്ലാവരും സംശയത്തോടെ നോക്കുക കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ഇദ്ദേഹം മുംബൈയിൽ നിന്നായിരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ കണ്ടു ഇവിടെ ചടങ്ങിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് പറയാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഇയാൾ ആരെന്ന് അറിയോ എന്ന് പറയണം. അന്നേരം സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് പറയണം. അന്നേരം സച്ചി പറയുന്നുണ്ട്, ഇത് ആരെ ഇളയച്ചനൊന്നല്ല, ഇത് നമ്മളെ മാളുവിനെ കല്യാണം കഴിച്ചവൻ്റെ അമ്മാവനാണെന്ന് പറയാണ്. എന്നിട്ട് എല്ലാവരും ഞെട്ടുക കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ രവിയായിട്ട് ഇവനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയാണ്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ വെറുതെ പറഞ്ഞതല്ല, ഇത് ഫെബിൻ്റെ അമ്മാവനാന്ന് പറയാണ്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്താ ഇവനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് എൻ്റെ ഇളയച്ചനാ, മലേഷ്യയിൽ ബിസിനസ് ചെയ്യുന്ന എൻ്റെ ഇളയച്ചൻ എന്ന് പറഞ്ഞിട്ട് കൈ പൊക്കി പിടിക്കുക കേട്ടോ. അന്നേരം രേവതി പറയുന്നുണ്ട്, വീണെടുത്തുനിന്ന് ഉരുളണ്ട, നമുക്കെല്ലാം മനസ്സിലായി എന്ന് പറയാണ്. അന്നേരം സച്ചി പറയുന്നുണ്ട്, അയാൾക്ക് മലേഷ്യയിലൊന്നല്ല ബിസിനസ്, ഇവിടെയാണ്, നമ്മളെ നാട്ടിലാണെന്ന് പറയാണ്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇവനെന്താ പ്രാന്താണോ, ഇത് എൻ്റെ ഇളയച്ചൻ തന്നെയാണ്, ഇവൻ ഇളയച്ചനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ, വാ ഇളയച്ചൻ നമുക്ക് മീരയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇളയച്ചൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ശ്രുതി പോവാട്ടോ. ആ സമയത്ത് സച്ചി തടയുന്നുണ്ട്. എന്നിട്ട് അച്ഛനോട് പറയാണ്, ഇയാൾ ഇവിടെ ഇറച്ചി വെട്ടാണ്, ഇവർക്ക് പണി, പേര് ജയരാജൻ എന്നാണ് എന്നൊക്കെയാണ് പറയുന്നത്. സച്ചി എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് പറയാണ്. അന്നേരം ശ്രുതി പറയാണ്, എന്താ നിങ്ങളുടെ ഉദ്ദേശം, എൻ്റെ ഇളയച്ചനെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇൻസൾട്ട് ചെയ്യുന്നോ, വാ ഇളയച്ചാന്ന് പറഞ്ഞിട്ട് ശ്രുതി കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പിന്നെയും സച്ചി പിടിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ പെട്ടു, ഇനി നിനക്ക് രക്ഷയില്ല എന്ന് പറയാണ്. രേവതി എന്നിട്ട് ഇളയച്ചനോട് പറയാണ്, ഇനിയെങ്കിലും ഒന്ന് സത്യം തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ട് ഇളയച്ചൻ പറയുന്നുണ്ട്, ക്ഷമിക്കണം എന്നോട് എല്ലാവരും, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്ന്. സച്ചിൻ രേവതിയും പറഞ്ഞത് ശരിയാണ്, സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്, അതും പറഞ്ഞാണ് ഇവരെന്നെ വേഷം കെട്ടിച്ചതെന്ന് പറയാണ്. എന്നിട്ട് സച്ചിൻ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് നമ്മളെ പറ്റിച്ചത്, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചു എന്നൊക്കെ പറയാണ്. അന്നേരം ഇളയച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ കള്ളത്തരാണെന്ന് പറയാണ്. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവള് മലേഷ്യയിലല്ലേ ജനിച്ചത്, ഇവളെ അച്ഛൻ മലേഷ്യയിൽ വലിയ ബിസിനസ്സുകാരനാണ്, പണക്കാരനാണെന്നെല്ലാം പറഞ്ഞത് സത്യമല്ലേ എന്ന് പറയാണ്. അന്നേരം ഇളയച്ചൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനും അല്ല, അവളെ അച്ഛൻ്റെയും കുടുംബത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തുമില്ല എന്ന് പറയാണ്.